പാകിസ്ഥാൻ ഭയപ്പെടുന്ന ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാൻ ആണവായുധം ഇന്ത്യയിലേക്ക് പ്രയോഗിച്ചാലും ഇന്ത്യക്ക് എത്ര വേണമെങ്കിലും ആണവായുധങ്ങൾ തിരിച്ചു പ്രയോഗിക്കാൻ സാധിക്കും. അതാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. അത് കരയിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കും, കടലിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കും, ആകാശത്ത് നിന്ന് പ്രയോഗിക്കാൻ സാധിക്കും. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ആക്സസ് ഉള്ളൂ. അത് പാകിസ്ഥാനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്ക് ഏകദേശം 12 ആണവായുധങ്ങൾ ഉടനെ തന്നെ, അതായത് ഫുള്ളി ഓപ്പറേഷണലി ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ആണവായുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വിചാരിച്ചാൽ അടുത്ത നിമിഷം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് 12 ആണവായുധങ്ങൾ ഇന്ത്യ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പാകിസ്ഥാനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. 12 ഓപ്പറേഷണൽ ന്യൂക്ലിയർ വാർ ഹെഡ്സ് എന്നാൽ എന്താണെന്നുള്ള ചോദ്യത്തിന് ഇത് വളരെ പ്രധാനമാണ്. ഇത് ഇന്ത്യക്ക് ആകെ 12 ആണവായുധങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, 12 ആയുധങ്ങൾ ഇന്ത്യക്ക് ഈ നിമിഷം ഒരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യക്ക് ആകെ ഉള്ള ആണവ വാർഹെഡുകളിൽ നിന്ന് ഏകദേശം 12 എണ്ണം ഉടൻ ഉപയോഗിക്കാവുന്ന നിലയിൽ വിന്യസിച്ചിരിക്കാമെന്നാണ് വിശകലന വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതും പാക് വിശകലന വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഇന്ത്യയുടെ ആണവസേനയുടെ തയ്യാറെടുപ്പ് വർദ്ധിക്കുന്നതായി അവർ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി കൂടുതൽ ശക്തമാകുന്നു എന്ന ആശങ്ക പാകിസ്ഥാന് വരുന്നു. അതിനാൽ ദക്ഷിണേഷ്യയിലെ ആണവ സന്തുലിതാവസ്ഥയെ ഇത് ബാധിക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇന്ത്യ സാധാരണയായി തന്റെ ആണവായുധങ്ങളുടെ എണ്ണം എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നിവയുള്ള വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിടാറില്ല. അത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്ത്യയുടെ ഔദ്യോഗിക നയം ഇപ്പോഴും നോ ഫസ്റ്റ് യൂസ് എന്ന് തന്നെയാണ്. എന്നാൽ ആരെങ്കിലും ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാനായി ഒന്ന് ചിന്തിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.